ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പം മൗനരാഗത്തിൻ്റെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ കല്യാണി നേരെ സരയുവിൻ്റെ കൊച്ചിൻ്റെ അടുത്തേക്ക് വരികയാണ്. അപ്പോൾ സരയുവിൻ്റെ കൊച്ചിനെ അവിടുത്തെ യാമിനി കളിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് ആരാ വരുന്നതെന്ന് നോക്കിയേ, ദേ ആൻറ്റി വരുന്നു എന്നും പറഞ്ഞുകൊണ്ട് കൊച്ചിനെ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പം മോളെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും കല്യാണി വാരി അങ്ങോട്ട് എടുക്കുകയാണ്. ആഹാ, മോളിവിടെ നിന്ന് കളിക്കുകയായിരുന്നോ, നമുക്കേ ഒരിടം വരെ ഒന്ന് പോയാലോ. അപ്പോൾ യാമിനി ചോദിക്കണം, മോളെ ആരടുത്ത് പോവാണ്, ആരെ കാണാൻ വേണ്ടി പോവാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് പിന്നെ മനോഹറിനെ ഇന്ന് കുഞ്ഞിനെ കൊണ്ടേ കാണിക്കാമെന്ന് ഞാൻ പറഞ്ഞായിരുന്നേ. അപ്പോൾ സരയുവിനോട് അനുവാദം ചോദിച്ചു. സരയുവിനെ എതിർപ്പൊന്നുമില്ല, കൊണ്ടേ കാണിച്ചോളാനാണ് എന്നോട് പറഞ്ഞത്. ഇത് കേട്ട് നമ്മുടെ യാമിനിക്ക് വലിയ തൃപ്തിയൊന്നും പോരാ. അപ്പം യാമിനി ആണെങ്കിൽ ആ സരയുവിനെ സൂക്ഷിക്കണം. അവളാണെങ്കിൽ മനോഹറിനോട് അത്ര വലിയ ക്ഷമിക്കണമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ആ മനോഹറിനെ കൊല്ലണമെന്നും പറഞ്ഞോട് നടന്നവൾ ഇത്ര പെട്ടെന്ന് മനസ്സ് മാറിയോ കല്യാണി മോളെ? അവളെന്ന് സ്വഭാവമൊന്നും അറിയാൻ പാടില്ലാത്തത് കൊണ്ടാണ് മോൾക്ക്. അവളൊക്കെ എത്ര മാറിയെന്ന് പറഞ്ഞാലും അവളുടെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വിഷപ്പാമ്പ് ഉണ്ടാകും. അത് മോള് സൂക്ഷിച്ചും കണ്ടു വേണം നടക്കാനായിട്ട്. ഇതൊക്കെ കേട്ടുകൊണ്ട് വരികയായിരുന്നു നമ്മുടെ CS. ആഹാ, കല്യാണി മോള് വന്നോ? മനോഹറിനെ കാണിക്കാനായിട്ട് കൊണ്ടുപോകാമായിരിക്കും അല്ലേ കുഞ്ഞിനെ? അതെ അച്ഛാ, മനോഹറിനെ ഒന്ന് കൊണ്ടേ കാണിക്കണം. അവൻ്റെ സന്തോഷമല്ലേ, നമുക്ക് വേണ്ടി ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തതല്ലേ. അപ്പോൾ അവൻ്റെ ഒരു ആഗ്രഹം നമ്മൾ സാധിച്ചു കൊടുക്കേണ്ടേ അച്ഛാ? അത് തീർച്ചയായിട്ടും വേണം മോളെ. അവൻ്റെ ആഗ്രഹം നമ്മൾ സാധിച്ചു കൊടുക്കേണ്ട കാര്യമുണ്ട്. പിന്നെ സരയുവിന് ഇപ്പോൾ എതിർപ്പൊന്നുമില്ലല്ലോ. ഇല്ല അച്ഛാ, സരയുവിന് എതിർപ്പൊന്നുമില്ല. അതുകൊണ്ട് ഇപ്പോൾ ധൈര്യമായിട്ട് കുഞ്ഞിനെ കൊണ്ടേ കാണിക്കുകയും ചെയ്യാലോ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുഞ്ഞിനെ കൊണ്ടേ മനോഹറിനെ കാണിക്കണം. അങ്ങനെ കാണിച്ചതിന് ശേഷം മനോഹറിൻ്റെ മനസ്സ് ശരിക്കും മാറണം. കുഞ്ഞും മനോഹറും ശരിക്കും അടുക്കണം. അതിനെ തുടർന്ന് പിന്നെ സരയും മനോഹറും കൂടി അടുത്താലോ. പിന്നെ അവർ തമ്മിൽ ഒന്നിച്ച് ജീവിക്കട്ടെ എന്നേ. അങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണമെന്നൊക്കെ CS പറയാണ്. ആച്ചാ, അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായാൽ അത്രയും നല്ല കാര്യം തന്നെയാണ്. അവർക്കൊരു ജീവിതം കിട്ടുമല്ലോ. പിന്നെ കുഞ്ഞിന് അവൻ്റെ അച്ഛനെയും അമ്മയെയും ഒരുമിച്ച് കിട്ടുമല്ലോ. അപ്പോൾ അത് തന്നെയാണ് നമ്മുടെയും സന്തോഷം. എങ്കിൽ പിന്നെ മോള് ചെല്ല്, ഇനിയിപ്പോൾ വെച്ച് താമസിപ്പിക്കണ്ട എന്നും പറഞ്ഞുകൊണ്ട് കല്യാണി കുഞ്ഞിനെയും കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങാണ്. അപ്പോൾ CS-ഉം അതേപോലെ തന്നെ യാമയും കൂടി സംസാരിക്കണം. എൻ്റെ പൊന്ന് സാറേ, ഈ സരയിന് എനിക്ക് അത്ര വലിയ വിശ്വാസമൊന്നുമില്ല. അവൾ മാറിയിട്ടുണ്ടെന്ന് പറഞ്ഞാലും അവൾ മാറിയതായിട്ട് എനിക്ക് തോന്നുന്നു നമ്മുടെയൊക്കെ മുന്നിൽ അഭിനയിക്കുകയാണോ എന്നാണ് എൻ്റെ ഒരു സംശയം. യാമിനി, അങ്ങനെയൊന്നും മനസ്സിൽ വിചാരിക്കേണ്ട. നമ്മുടെ കൂടെയല്ലേ അവൾ നിൽക്കുന്നത്. അവൾക്ക് നല്ലൊരു ജീവിതം കൊടുത്തത് നമ്മൾ തന്നെയല്ലേ. അപ്പം നമ്മളെ ചതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ CS പറയാം. പക്ഷേ CS-ൻ്റെ മനസ്സിൻ്റെ ഉള്ളിലും ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ട്. കാരണം എങ്ങനെയാണ് കല്യാണിക്ക് കുത്തേറ്റതെന്നുള്ളവർ ഇപ്പോൾ ഒരു സംശയം ഇങ്ങനെ കുതിച്ചുയർന്നുകൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. എങ്ങനെയാണ് ആ കതക് തുറക്കാനുള്ള കാരണക്കാരാരാണ്? ഇതൊക്കെയാണ് നമ്മുടെ CS-ൻ്റെ മനസ്സിലിങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് ജയിലാണ്. അപ്പോൾ നമ്മുടെ ഈ പ്രകാശിനെ കാണിക്കുകയാണ്. അപ്പോൾ പ്രകാശനാണെങ്കിൽ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ മനോഹർ വരികയാണ്. എന്താങ്കളെ, എന്ത് പറ്റി, ഇന്നലെ ക്ഷീണം ഉണ്ടെന്ന് ചോദിച്ചപ്പോഴേക്കും ഇല്ലടാ, ഞാൻ പഴയ കാര്യങ്ങളൊക്കെ ആലോചിക്കുകയായിരുന്നു, വിക്രമനെക്കുറിച്ച്. എന്തിനാങ്കളെ അവനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് കൂടുന്നല്ലടാ, ഞാൻ അവന് വേണ്ടി ചെയ്ത കാര്യങ്ങളെല്ലാം ഞാൻ ആലോചിക്കുകയായിരുന്നു. അവനെ ഞാൻ പഠിക്കാൻ വിട്ടു, പക്ഷെ കല്യാണിക്കാണെങ്കിൽ ഒരു പഠിപ്പും കൊടുത്തില്ല. അവന് വേണ്ടിയുള്ള പുസ്തകവും ബാഗും എല്ലാം പുതിയതൊക്കെ കടം മേടിച്ചിട്ടാണെങ്കിലും അവനെല്ലാ കാര്യങ്ങളും അപ്പം ഞാൻ ചെയ്ത് കൊടുക്കുമായിരുന്നു. ഇതെല്ലാം കല്യാണി കണ്ട് അവൾ സങ്കടപ്പെടുമെങ്കിലും ഒരു കാര്യവും അങ്ങനെ ആവശ്യപ്പെട്ടിട്ടില്ല. കല്യാണിക്ക് മേടിച്ചു കൊടുക്കാനായിട്ട് അവളുടെ അമ്മയിലെ പൈസ പോലും ഉണ്ടായിരുന്നില്ല. അവളുടെ അമ്മയ്ക്ക് ഞാൻ പൈസ കൊടുത്തിട്ട് വേണ്ട, എൻ്റെ ദീപയുടെ കയ്യിൽ. അവളെയും ഞാൻ ഒരുപാട് ഉപദ്രവിച്ചു. എൻ്റെ മകനെയും എൻ്റെ അമ്മയെയും മാത്രമേ ഞാൻ സ്നേഹിച്ചിട്ടുള്ളൂ. പക്ഷേ അവന് കുറേ കൂട്ടുകെട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അതും തരികിട കൂട്ടുകെട്ടുകൾ. സിഗരറ്റ് വലിക്കുകയും കള്ളു കുടിക്കുകയും. വെറും സിഗരറ്റ് ഒന്നല്ലടാ അത്, കഞ്ചാവ് നിറച്ച സിഗരറ്റുകളാണ് അവൻ വലിച്ചുകൊണ്ടിരുന്നേച്ചത്. അതൊക്കെ പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. ഓരോരുത്തരും അവനെക്കുറിച്ച് ഓരോ കാര്യങ്ങളും പറയുമ്പോഴും അതൊന്നും ഞാൻ വിശ്വസിച്ചിട്ടില്ല. എൻ്റെ മോൻ അങ്ങനെയൊന്നും ചെയ്യില്ല, അവൻ നല്ലവനാണ് എന്ന് വരെ ഞാൻ ചിന്തിച്ചു. കല്യാണി വരെയും അവൻ്റെ തെറ്റുകൾ എൻ്റെ മുന്നിൽ ഒരുപാട് കാട്ടിത്തന്നിട്ടുണ്ട്. പക്ഷെ അപ്പോഴും എനിക്ക് കല്യാണിയോടായിരുന്നു വെറുപ്പ്. എൻ്റെ മോനെ കുറ്റപ്പെടുത്താൻ വേണ്ടിയാണ് ഇവളെല്ലാം ഇങ്ങനെ ചെയ്യുന്നതെന്നൊക്കെയാണ് ഞാൻ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അതൊന്നും കല്യാണി പറഞ്ഞ കാര്യങ്ങളും പോലും ഞാൻ വിശ്വസിച്ചില്ല അങ്കളെ, മനോഹര എന്നൊക്കെ പറയാണ്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മനോഹരാണെങ്കിൽ അത് സ്വാഭാവികം അങ്കളെ. കാരണം അങ്കളുടെ മനസ്സിൽ അങ്കളുടെ മകൻ തന്നെയായിരുന്നു ഏറ്റവും വലുത്. അങ്കളെക്കാളും കൂടുതൽ അങ്കൾ മകനെ സ്നേഹിച്ചു. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള കാരണം. പിന്നെ അവൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നന്നാവും എന്നൊക്കെ ഞങ്ങൾ വിചാരിച്ചു. ഈ സോണി എന്ന് പറഞ്ഞ പെണ്ണില്ലേ, കിരണിൻ്റെ പെങ്ങളിനെ അവൻ പ്രണയിച്ച് വശത്താക്കി. അതിനുശേഷം ആ കല്യാണം നടന്നു.
അവനെ MD കസേരയിൽ കൊണ്ട് ഇരുത്തി അവൻ നല്ലൊരു പോസ്റ്റൊക്കെ കൊടുത്തു, നല്ല ബിസിനസ് കാര്യങ്ങളൊക്കെ നോക്കാനുള്ള പ്രാപ്തികളെല്ലാം അവന് ചെയ്തു കൊടുത്തു. പക്ഷേ അതിലൊന്നും അവൻ പിടിച്ചു നിന്നില്ല. അവൻ അവിടെയും ചതിയും വഞ്ചനയൊക്കെ കാണിച്ചു. ലാസ്റ്റ് പോലീസ് പിടിച്ചുകൊണ്ട് പോവുക, അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്ത് ചെയ്യാനാണ് മനോഹരെ, ഇതെല്ലാം വിധി. എനിക്കറിയാങ്ങളെ, കുറേ കാര്യങ്ങളല്ലേ എനിക്കറിയാം. കിരൺ സാറൊക്കെ എന്നോട് പല കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട്. കല്യാണിയാണെങ്കിൽ ദേ കഞ്ഞി കുടിക്കാൻ വരെ ആഗ്രഹിച്ചിട്ടില്ലേ? നിങ്ങൾ ബാക്കി വെച്ച കഞ്ഞി വെള്ളത്തിൽ ഒരിറ്റ് ചോറുണ്ടോയെന്ന് വരെ കല്യാണി നോക്കിയിട്ടില്ലേ? ആ കഥകളൊക്കെ എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം അങ്ങളെ. അതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ഇപ്പോൾ എനിക്ക് കല്യാണിയെക്കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ മനസ്സ് വല്ലാതെ വേദനിക്കുകയാണ് മനോഹരെ. അവളോട് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തിട്ട് പോലും ഇപ്പം കണ്ടില്ലേ, എന്നെ ഒരു രാജാവിനെ പോലെയാണ് അവൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ എനിക്ക് എൻ്റെ മോൾക്ക് വേണ്ടി ഒന്നും ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് വിക്രം എന്നുള്ളൊരു വിഷജന്തു ഇനി അവളുടെ ജീവിതത്തിലേക്ക് വരാൻ പാടില്ല എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അവൻ്റെ കഴുത്ത് ഞെരിച്ച് ഞാൻ കൊന്നത്. പക്ഷെ കൊന്നിട്ടും എന്തായി? അവളെ കൊല്ലാൻ വേണ്ടി വേറൊരുത്തം വന്നിരിക്കുന്നു. അതും വിക്രമിൻ്റെ കൂട്ടുകാരൻ തന്നെയാണെന്നാണ് എൻ്റെ അതിയായ സംശയം. ഇപ്പോഴും എനിക്ക് എൻ്റെ മോളെ രക്ഷിക്കാനായിട്ട് പറ്റുന്നില്ലല്ലോ, ഞാൻ ഇവിടെ തന്നെയല്ലേ എന്നൊക്കെ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പോലീസുകാരൻ വരുന്നത്. ഒരു പോലീസുകാരൻ വന്നിട്ട്, എടാ മനോഹരെ, നിന്നെ കാണാനേ ഒരാൾ വന്നിട്ടുണ്ട്. ആരാണ് സാറേ? നിനക്ക് സന്തോഷം തരുന്ന ആൾ തന്നെയാണ്, നിൻ്റെ മനസ്സിന് സന്തോഷം തരുന്ന ആൾ. ഇത് കേട്ട് നമ്മുടെ പ്രകാശം പറയണം, എടാ മനോഹരെ, ചിലപ്പോഴേ നിൻ്റെ കുഞ്ഞിനെയും കൊണ്ട് കല്യാണി വന്നതായിരിക്കും. നിനക്ക് കുഞ്ഞിനെ കാണാൻ ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ, അപ്പോൾ കല്യാണി കുഞ്ഞിനെയും കൊണ്ട് വന്നായിരിക്കും. നീ ഓടിച്ചെല്ലടാ, കല്യാണി കുഞ്ഞിനെ പോയി കാണടാ എന്ന് പറയാണ്. മനോഹർ പിന്നെ ഒന്നും നോക്കിയില്ല, അവിടെ നിന്ന് ഒറ്റ പാച്ചിലാണ് നമ്മുടെ മനോഹർ. അപ്പോൾ ഈ പ്രകാശം പറയണ പോലീസുകാരനോട്, എന്ത് ചെയ്യാൻ അവൻ്റെ വിധിയല്ലേ? നീയും മോശക്കാരനൊന്നുമല്ല, നീയും എന്താ നല്ലവനായിരുന്നോ? ഇല്ലല്ലോ, നീയും ഒരുപാട് തരികിടൊപ്പിച്ചിട്ടുള്ളവനല്ലേ? അതെ സാറേ, അതെല്ലാം അറിയാം സാറേ എന്നൊക്കെ പറയണം. ഇനി കൂടുതൽ അറിയാനൊന്നുമില്ല. അങ്ങനെ കല്യാണി കുഞ്ഞിനായിട്ട് വന്ന് ഈ ജയിലിൻ്റെ പുറത്ത് നിൽക്കുക. ആ സമയത്ത് മനോഹർ വരികയാണ്. മനോഹർ കുഞ്ഞിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും കണ്ണെടുക്കാതെ ഇങ്ങനെ നോക്കി നിൽക്കുക. അപ്പോൾ കല്യാണി പറയാണ്, ദേ നോക്കിയേ, ഇത് ആരാ വന്നിരിക്കുന്നു നോക്കിയേ, കുഞ്ഞിൻ്റെ അച്ഛൻ വന്നിരിക്കുകയാണ്, ദേ ഒരു ഹായ് പറഞ്ഞേ എന്നൊക്കെ പറയുമ്പോഴും കുഞ്ഞൊരക്ഷരം പോലും മിണ്ടുന്നില്ല. അപ്പോൾ മനോഹറാണെങ്കിൽ, കല്യാണി ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ, എൻ്റെ കുഞ്ഞിനെ കല്യാണി എൻ്റെ അടുത്ത് കൊണ്ടുവന്നല്ലോ, അതിനൊരുപാട് സന്തോഷമുണ്ട്. അതിനെന്താ മനോഹരെ, ഇനി മനോഹർ എപ്പോൾ കാണുമെന്ന് പറയുന്നോ അപ്പോഴൊക്കെ ഞാൻ കൊണ്ടുവരും കുഞ്ഞിനെ. കാരണം ഇപ്പം സരയുവിനെ എതിർപ്പൊന്നും ഇല്ലല്ലോ, സരയു പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്ന് പറയുക. ഏതായാലും മനോഹർ ആഗ്രഹിച്ചതുപോലെ ഒരു ജീവിതം കിട്ടും മനോഹരെ. കല്യാണി, എനിക്കിപ്പോൾ പുറത്തിറങ്ങണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. കാരണം എൻ്റെ കുഞ്ഞിനെ കാണാൻ വേണ്ടി, അവൾക്ക് വേണ്ടി മാത്രമാണ് ഇപ്പം എനിക്ക് ജീവിക്കണമെന്നൊരു ആഗ്രഹം. കല്യാണിക്ക് അറിയാലോ എൻ്റെ ജീവിതകഥകളെല്ലാം. ഞാൻ ഒരുപാട് പെണ്ണുങ്ങളെയൊക്കെ സ്നേഹിച്ചു, എന്നിട്ട് അവർ ഗർഭിണിയാണെന്ന് അറിഞ്ഞു കഴിയുമ്പോഴേക്കും ഞാൻ അവിടെ നിന്ന് സ്ഥലം വിടുകയും ചെയ്യും. പിന്നെ അവരെക്കുറിച്ച് യാതൊരു വിവരവും എനിക്ക് കിട്ടത്തുമില്ല. പക്ഷേ എൻ്റെ മോളുടെ കാര്യം അങ്ങനെയല്ല. മോള് ജനിച്ചതിനെ തുടർന്ന് എനിക്ക് അവിടെ നിന്ന് പോകാൻ പോലും പറ്റിയിട്ടില്ല. 2 വർഷമല്ലേ ഞാൻ എൻ്റെ കുഞ്ഞിനൊപ്പം ജീവിച്ചത്. അങ്ങനെ എപ്പോഴോ അച്ഛനും മകളും തമ്മിലുള്ളൊരു ആത്മബന്ധം ഉണ്ടായി. പിന്നീട് എനിക്ക് കുഞ്ഞിനെ കാണാൻ പറ്റാത്തൊരവസ്ഥയായി, കുഞ്ഞിനോടൊപ്പം തന്നെ ജീവിക്കണം എന്നുള്ളൊരു തോന്നലായി, കുഞ്ഞിനെ പിരിയാൻ പറ്റാത്തൊരവസ്ഥയായി എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അതേ മനോഹരെ, അതാണ് ഒരച്ഛനും മകളും തമ്മിലുള്ള ആത്മബന്ധം. ഇനിയും നിങ്ങൾ തമ്മിൽ ഒന്നിക്കും. ഇനി ഒരിക്കലും മനോഹറും കുഞ്ഞും പിരിയാത്ത വിധത്തിൽ നിങ്ങൾക്ക് ഒന്നിക്കണ്ടേ? സരയുവിൻ്റെ സ്വഭാവമൊക്കെ മാറിയില്ലേ? ഇനി പുറത്തിറങ്ങി കഴിയുന്നിടത്ത് സരയുനോടൊക്കെ ഒന്ന് സംസാരിച്ച് നോക്കാം. മനോഹറിനോടുള്ള എല്ലാ ദേഷ്യവും മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കുടുംബജീവിതം ആവില്ലേ? അത് എത്രയും നല്ല കാര്യമല്ലേ എന്നൊക്കെ പറയാണ്. അങ്ങനെ ഒരു കുടുംബജീവിതം കിട്ടണമെന്ന് എനിക്കൊന്നും ആഗ്രഹമില്ല കല്യാണി, അതിനൊരു അർഹതയില്ല എനിക്ക്. പക്ഷേ എൻ്റെ മോളെ എനിക്ക് വിട്ടുപിരിയാനായിട്ട് കഴിയില്ല കല്യാണി എന്ന് പറയണേ. എല്ലാത്തിനും വഴിയുണ്ടാകും മനോഹരെ, ഞാൻ സംസാരിക്കാം. ഏതായാലും ഞങ്ങളിപ്പോൾ പോകട്ടെ എന്നും പറഞ്ഞുകൊണ്ട് കുഞ്ഞ് പോകുമ്പോൾ കുഞ്ഞിനോട് ചാറ്റയൊക്കെ കൊടുക്കാനായിട്ട് പറയുകയാണ്. കയ്യിലൊക്കെ ഒന്ന് പിടിക്കുകയാണ് നമ്മുടെ മനോഹർ. അങ്ങനെ ചാറ്റയും കൊടുത്തിട്ട് കല്യാണി കുഞ്ഞിനെയും കൊണ്ട് പോവുകയും ചെയ്യണം. മനോഹറിന് അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും വല്ലാത്തൊരു സങ്കടം തോന്നിയ കുഞ്ഞ് പോയി കഴിഞ്ഞപ്പോഴേക്കും ഒന്നൊരു ഉമ്മ വെക്കാനോ ഒന്ന് എടുക്കാനോ താലോലിക്കാനോ പറ്റാത്തൊരവസ്ഥയിൽ നിൽക്കുന്ന ഒരു അച്ഛൻ. ആ അച്ഛന് ഭയങ്കര സങ്കടം തോന്നുക. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സരയുവിനെയാണ്. അപ്പം സരയു ആണെങ്കിൽ തൻ്റെ പ്രണയം ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ കൂമ്പ് കൂട്ടിക്കൊണ്ടിരിക്കുക. ഒരു ലവ് ചിഹ്നമൊക്കെ വരച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ സരയു കിരൺ അതേപോലെ തന്നെ കുഞ്ഞിൻ്റെ പേരും എഴുതി വെച്ചിരിക്കുക. അങ്ങനെ ആസ്വദിച്ചുകൊണ്ട് ഇങ്ങോട്ട് ഇരിക്കുമ്പോഴാണ് ദേ കല്യാണി കയറി വരുന്നത്. അപ്പം കല്യാണിയെ കണ്ടപ്പോൾ തന്നെ ആ ഒരു ചിത്രം മറച്ചു വെക്കുകയാണ്. സരയു
ഇവിടെ നല്ല വർക്കിലാണെന്ന് തോന്നല്ലോ. അങ്ങനെയൊന്നുമില്ല കല്യാണി, എൻ്റെതായ ചില ചില ചെറിയ ചെറിയ വർക്കുകൾ, ചുമ്മാ ഇരിക്കുന്നത് എനിക്ക് അങ്ങോട്ട് തീരെ അങ്ങോട്ട് ഇഷ്ടമല്ല എന്നൊക്കെ ഇങ്ങനെ സരയു പറയാണ്. പിന്നെ സരയു, ഞാനേ ഇന്ന് കുഞ്ഞിനെയും കൊണ്ട് മനോഹറിനെ കാണാനായിട്ട് പോയായിരുന്നു. മനോഹറിന് ഭയങ്കര സന്തോഷം തോന്നി. കുഞ്ഞിനും അതേപോലെ തന്നെ. കുഞ്ഞച്ഛനോട് ടാറ്റ പറയുകയും കൈ പിടിക്കുകയും ഒക്കെ ചെയ്തു. പിന്നെ മനോഹറിനെ കണ്ട് ഇറങ്ങാൻ നേരത്തെ കുഞ്ഞിന് ഒരുപാട് കളിപ്പാട്ടവും ചോക്ലേറ്റും ഒക്കെ ഞാൻ മേടിച്ചു കൊടുത്തിട്ടുണ്ട്. കുഞ്ഞിന് എത്രമാത്രം സന്തോഷമായെന്ന് അറിയാവോ സരയു എന്ന് പറയാണ്. ഞാനൊരു കാര്യം സരയുനോട് പറയട്ടെ. അതെ, സരയു ഒരു ദിവസം കുഞ്ഞിനെയും കൊണ്ട് മനോഹറിനെ കാണാനായിട്ട് ഒന്ന് പോകാൻ പാടില്ലേ? ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സരയുവിന് കലി വരിക. പക്ഷേ ആ ഒരു ദേഷ്യം അവിടെ കാണിക്കാനായിട്ട് പാടില്ലല്ലോ. അത് പിന്നെ കല്യാണി, അത്രയ്ക്കും എൻ്റെ മനസ്സ് അങ്ങോട്ട് പോയിട്ടില്ല. എനിക്ക് അത്രയും ഒരു മാനസികാവസ്ഥ നിൽക്കുകയല്ല. അതൊക്കെ ഉണ്ടാകും. ഇത്രയൊക്കെ ക്ഷമിക്കാമെങ്കിൽ പിന്നെ സരവിന് ഇങ്ങനെ ഒരു കാര്യം ചെയ്താൽ എന്താ കുഴപ്പം? അതിനുള്ള മനസ്സൊക്കെ സരവിനുണ്ടാകും. ക്ഷമിക്കാനുള്ള മനസ്സ് സരവിന് കിട്ടുകയും ചെയ്യും. പിന്നെ എപ്പോഴും എല്ലാവരോടും വാശിയും വൈരാഗ്യം വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല സരയു. കാരണം എന്താണെന്നറിയാവോ? നമ്മുടെ ആയുസ് അപ്പോഴൊക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുക. മനുഷ്യന് ഏറ്റവും കൂടുതൽ ആവശ്യം മനസ്സമാധാനം, മനസ്സിന് ക്ഷമയുമാണ്. ആ ഒരു ക്ഷമയില്ലെങ്കിൽ നമ്മുടെ ആയുസേ പകുതി മുക്കാലും തീർന്നു പോകും. പിന്നെ നമുക്ക് ജീവിക്കാനായിട്ട് തോന്നുകയില്ല. വാശിയും വൈരാഗ്യം വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല സരയു എന്ന് പറയാണ്. എനിക്കും അറിയാം, കല്യാണി പറഞ്ഞതുപോലെയൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ, അതിനുശേഷം ബാക്കി തീരുമാനിക്കാലോ. ശരി സരയു, എങ്കിൽ പിന്നെ സരയുവിൻ്റെ വർക്ക് നടക്കട്ടെ, ഞാൻ അങ്ങോട്ട് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് കല്യാണി എണീറ്റ് പോവാ. കല്യാണി എണീറ്റ് പോയി കഴിഞ്ഞപ്പോഴേക്കും സരയു ആണെങ്കിൽ അവിടെ വന്നത് കണ്ടില്ലേ? എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് ആ മനോഹർ, എൻ്റെ ജീവിതം തകർത്തവൻ, അവനെ കൊണ്ടേ കാണിച്ചിട്ട് എൻ്റെ മുന്നിൽ വന്ന് ഡയലോഗ് പറയുന്നു. കല്യാണി, നീ എനിക്ക് ഇനി കൂടുതൽ ഡയലോഗ് പറയാനുള്ള സമയമൊന്നുമില്ലടി, നിന്നെ ഞാൻ തീർക്കും എന്നും പറഞ്ഞുകൊണ്ട് ഈ സരയു ആ വിക്രമിൻ്റെ മറ്റു കൂട്ടുകാരെ കാണാനായിട്ട് ചെല്ലുകയാണ്. അപ്പോൾ സരയു ഈ ഒരു പൈസനെ കണ്ടില്ലേ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും, പൈസോ എന്ത് സംഭവിച്ചു? ഞാൻ കണ്ടില്ലല്ലോ. അപ്പോൾ പൈസനെ നിങ്ങൾ ഇതുവരെയും കണ്ടില്ലേ? ഇല്ല, കണ്ടില്ലേ, എന്താ സംഭവിച്ചെന്നൊക്കെ ചോദിച്ചപ്പോഴേ, അവനിത് എവിടെ പോയി? അവന് ഞാനൊരു ജോലി ഏൽപ്പിച്ചായിരുന്നു. ലാസ്റ്റ് അവൻ കുത്തിയത് എൻ്റെ അമ്മയാണ്. ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴേക്കും, എൻ്റെ പൊന്നു പെങ്ങളെ, ഞങ്ങൾക്ക് കുത്താനും ഇതൊന്നും ഒരു സമയമില്ല. ഞങ്ങൾക്ക് ഇനി അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല. വിക്രം ഏതായാലും മരിച്ചു. അവനെ സഹായിച്ചുകൊണ്ടിരുന്നതാണ് ഞങ്ങൾ. പക്ഷേ അവൻ മരിച്ചതിന് ശേഷം വെറുതെ പ്രശ്നങ്ങൾ എന്തിനാണ് ഞങ്ങളുടെ തലയിലേക്ക് വെക്കുന്നത്? അതുകൊണ്ട് ഈ പ്രശ്നത്തിൽ ഇടപെടാനായിട്ട് ഞങ്ങൾക്ക് താല്പര്യമില്ല എന്നും പറയാം. ഇത് കേട്ട് സരയു ആകെ ഞെട്ടിപ്പോവാണ്. ഓഹോ, അത് ശരി. അപ്പോൾ നിങ്ങൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കില്ലെന്നർത്ഥം. കേൾക്കൂല, പക്ഷേ ഞങ്ങൾക്ക് പൈസ കിട്ടണം. പൈസയോ? എന്തിൻ്റെ പൈസ? എന്തിനു കിട്ടണമെന്ന്? പൈസ കിട്ടണം. അല്ലെങ്കിലേ നിങ്ങളാണ് ഇതിൻ്റെ പിന്നിലെന്നൊക്കെ ഞങ്ങൾ പോലീസുകാരോട് പറഞ്ഞു കൊടുക്കും. അപ്പം അറിയാലോ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. നിങ്ങളെ പിടിച്ച് ലോക്കപ്പിലിടുകയും ചെയ്യും. നിങ്ങളുടെ ആഗ്രഹങ്ങളൊന്നും നടക്കാനും പോകുന്നുമില്ല. നീ എന്താ ബ്ലാക്ക് മെയിൽ ചെയ്യണം? എൻ്റെ പൊന്നു പെങ്ങളെ, ബ്ലാക്ക് മെയിൽ ചെയ്യണമെന്നല്ല, ഞങ്ങൾക്ക് ജീവിക്കണ്ടേന്നേ. ഒരുപാട് കേസുകളൊക്കെ ഉണ്ട്. അതിനൊക്കെ പണം വേണം. ഈ പണം കൊടുത്താലല്ലേ കേസുകളെല്ലാം മുന്നോട്ട് പോകുള്ളൂ. അതുകൊണ്ട് എൻ്റെ പെങ്ങളെ ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. നിന്നേക്കേ എന്തിനാടാ? എടാ, എന്നാ ഇത് കുറച്ച് പൈസ പിടിച്ചെന്ന് പറഞ്ഞുകൊണ്ട് പൈസ കൊടുക്കുകയാണ്. ഇത് പൈസന് കൊടുക്കാനുള്ള പൈസയാണ്. എൻ്റെ ഇത്രയേ ഉള്ളൂ. ഇനി മുതൽ നിങ്ങളെ ഞാൻ കാണാൻ വരികയില്ല എന്നൊക്കെ പറയാണ്. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ് പെങ്ങളെ ശരിയാവുന്നത്? ഞങ്ങൾക്ക് കാണണമെന്ന് തോന്നുമ്പോൾ ഞങ്ങൾ പെങ്ങളെ വിളിക്കും. പെങ്ങൾ ഞങ്ങൾ പറയുന്ന സ്ഥലത്ത് വരികയും ചെയ്യണം. ഞങ്ങൾക്ക് തരാനുള്ള പൈസയും തരണം. നീ എന്തൊക്കെയാണ് ഈ പറയുന്നതെന്ന് ചോദിക്കണം. അതേ പെങ്ങളെ, ഞങ്ങൾക്ക് തരാനുള്ള പൈസ ഞങ്ങൾക്ക് തന്നേ മതിയാവുള്ളൂ. ജീവിതം മുന്നോട്ട് പോകണ്ടേ? അതുകൊണ്ട് ഒത്തിരിയൊന്നും വേണ്ടെന്നേ, ജീവിക്കാനുള്ള പൈസ തന്നാൽ മതിയെന്നും സരയുവിനോട് പറയാ. ഇതൊക്കെ കേട്ട് സരയു ആകെ പെട്ടുപോയൊരവസ്ഥ നിൽക്കുക. പിന്നീട് കാണിക്കുന്നത് കല്യാണിയാണ്. അപ്പം കല്യാണി ലാപ്ടോപ്പിൽ നോക്കുന്നുണ്ട്. അതിലെന്തോ കണ്ട് കല്യാണിയുടെ പിരിയ അങ്ങോട്ട് ചുളിയുക. അങ്ങനെ കല്യാണി രൂക്ഷമായിട്ട് ആരെയും നോക്കുന്ന സീനാണ് അവിടെ കാണിക്കുന്നത്. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ യു. ബൈ.